നമ്മുടെ ഗുരുവായൂരപ്പനെ എത്ര വട്ടം കണ്ടാലും നമുക്ക് മതി വരില്ല. കാലത്താണെങ്കിലും ഒരു പ്രത്യേക ഭംഗി, രാത്രിയിൽ എനിക്ക് കൂടുതൽ ഭംഗി ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ എന്തായാലും വിചാരിച്ചു കുറച്ചധികം നേരം അമ്പലത്തിൻ്റെ ചുറ്റും നടക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനോട് കൂടി തൊട്ടടുത്തുള്ള ഹോം സ്റ്റേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊരു ഫ്ലാറ്റാണ്, ഫ്ലാറ്റിലൊരു റൂമും അത്യാവശ്യം കിച്ചണും അങ്ങനത്തെ സെറ്റിങ്സും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് കിഴക്കേ നടയെന്നാണെങ്കിലും തെക്കേ നടയെന്നാണെങ്കിലും നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് എ സി ഒക്കെ ഉള്ള നല്ല റൂം. അപ്പം ഞങ്ങളത് വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു, അത് കാരണം വർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ഇട്ടത്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റും നമ്മൾ കിടന്ന് നടന്നു കഴിഞ്ഞാൽ രാത്രി കാണാനുള്ള കാഴ്ചയും എന്താ പറയുക, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. ഇനിയിപ്പോൾ വിഷുവൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഇനി വിഷുക്കണി കാണാൻ പോകണമെന്നുണ്ടായിരിക്കും. അപ്പോൾ പുലർച്ചെയൊക്കെ വരി നിൽക്കണമെങ്കിൽ നമുക്ക് നിൽക്കുമ്പോൾ അടുത്ത് തന്നെ അങ്ങനെ ഒരു സ്റ്റേ കിട്ടിയാൽ നല്ലതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടത്. ഞങ്ങൾ പോയപ്പോൾ നല്ല സമയമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ അമ്പലത്തിനുള്ളിൽ കയറി നല്ല ശിവേലി തൊഴുതു. അതുകൂടാണ്ട് വിളക്ക് കൊളുത്താനായിട്ട് ഭാഗ്യം കിട്ടി. അതുകൂടാണ്ട് വേറൊരു കാര്യം ഉണ്ടായി, ഞങ്ങളുടെ ജോഡി മോൾക്ക് ഞാനൊരു മാല വാങ്ങി. ഇതൊക്കെ വാങ്ങി ഞങ്ങൾ പോന്നു.